ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു ഈ ഒരു വീഡിയോ. അപ്പം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ച് വിട്ട് കാണാം എന്താ കണ്ടൻറ്റെന്ന് അറിയാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. ഞാൻ ആരോട് കാണണമെന്ന് നിർബന്ധം പറയത്തൊന്നുമില്ല. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ നാളായി ഇതെവിടെയെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും പറയണം എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം കിട്ടാറില്ല. ഇൻസ്റ്റയിൽ ഞാൻ ഇടയ്ക്ക് ചെറിയ ചെറിയ റീൽസൊക്കെ ആയിട്ട് ഓരോന്ന് ചെയ്യാറുണ്ടെങ്കിലും എനിക്കിതൊരു ഒരു സ്റ്റോറി ആയിട്ട് പറഞ്ഞ് തീർക്കണം അല്ലെങ്കിൽ പറയണം, കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തണം എന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നിനെക്കുറിച്ചല്ല, ഞങ്ങളുടെ ഒരു ഗേൾസ് ട്രിപ്പിനെ കുറിച്ചിട്ടാണ്. ഒരു ഗേൾസ് ട്രിപ്പല്ല, ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമാകുന്നു. ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് പോയിട്ട് ഞങ്ങളിപ്പോൾ 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇത് ഞാനിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോയ്സിന് ചിലപ്പം ഇത് കേട്ടിട്ട് വലിയ കാര്യങ്ങളോ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, അവർ സ്ഥിരം പോകുന്നതായിരിക്കും. പക്ഷെ ഗേൾസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരാണ്. അവർക്ക് ഫ്രീഡം വേണം. ഫ്രീഡം എന്നല്ല, പക്ഷെ നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിലിപ്പം ഞങ്ങളൊക്കെ വളർന്ന സിറ്റുവേഷനിലാണെങ്കിലും നമ്മളൊരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് വിളി വരും, എവിടെയാ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. അതല്ലെങ്കിൽ നമ്മൾ പെർമിഷൻസ് ചോദിക്കണം, ഞാൻ അവിടെ പൊക്കോട്ടെ, ഞാനിങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് നൈറ്റ് പോയി എൻജോയ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാവരുടെയും കൂടെ പോയി അവരുടെ എന്താ പറയുക, അവരുടെ കൂടെ പോയി അത് എൻജോയ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമ്മളായിട്ട് സ്വന്തമായിട്ട് തന്നെ പോവുക. അങ്ങനെയൊക്കെ ഒരുപാട് ഗേൾസിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നറിയാം. അപ്പം ഈ ഒരു വീഡിയോ കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാം കാണുന്നവർക്ക് അറിയാം, ഞങ്ങളൊരു 4 പേരുണ്ട്. അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരുപാട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാറ്റസും റീൽസും അല്ലെങ്കിൽ പോസ്റ്റൊക്കെ ചെയ്ത് ഞാൻ വെറുപ്പിക്കാറുള്ളതാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഞങ്ങൾ പോകുന്ന, അല്ലെങ്കിൽ ഞങ്ങളിത്. അപ്പോൾ കുറേ പേര് പറയാറുണ്ട്, അയ്യോ രേഷ്മയ്ക്കൊക്കെ എന്ത് ഭാഗ്യമാണ്, ഇങ്ങനെ പോകാൻ പറ്റുന്നില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം മേ ബി എന്നല്ല, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഈവൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടുകാർ, അതായത് അമ്മ ഇതുവരെയായിട്ടും നമ്മളോട് അങ്ങനെ ചെയ്യരുത്, ഇവിടെ പോകരുത്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പൊയ്ക്കോ, പൈസ ഉണ്ടോ, നിങ്ങൾ പൊക്കോ, പ്രശ്നമില്ല, പൈസ വീട്ടിൽ ചോദിക്കരുത്, ഇത് മാത്രമായിരുന്നു മെയിനായിട്ടുള്ള കൺസേൺ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്നവരെ നമ്മൾ അധികം അങ്ങനെ പോവാറൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു 10th ഞാൻ ടൂറ് പോയതാണ്. 10th തന്നെ പോയോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇല്ല, 10th ഞാൻ ടൂറ് പോയിട്ടില്ല. കാരണം ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ടൂറ് പോയി. സ്കൂളിൽ നിന്ന് എന്തോ പ്രശ്നമൊക്കെ വന്നെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും തമ്മിൽ അടിയായി. ഞങ്ങൾ ടൂറിന് പോകാൻ ഞാൻ വരത്തില്ല, എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിട്ട് കാരണം ഇവിടെ നിന്ന് വിടത്തില്ലെന്നാണ് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയത് ഞാനിപ്പോൾ ഓർക്കുന്നു. അങ്ങനെ ആ സംഭവം 10th ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, അതിരപ്പള്ളി വാഴച്ചാൽ. സ്കൂളിൽ നിന്ന് ഞങ്ങൾ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം സ്കൂളിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നമായിട്ട് ആ ടൂർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ +1 +2 അങ്ങനെ ടൂറൊന്നും പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് തൊട്ടടുത്ത ഹിൽ പാലസ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3-4 സ്റ്റോപ്പ് അപ്പുറം. അപ്പം ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു പ്ലേസാണ് ഹിൽ പാലസ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എത്തിയപ്പോഴും എനിക്ക് തോന്നണില്ല ഞാൻ ടൂറിന് പോയതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ആരെങ്കിലും വീട്ടിൽ പോകും, ജസ്റ്റ് കോളേജിന് അടുത്തുള്ള ഏതെങ്കിലും പ്ലേസിൽ പോകുന്നല്ലാണ്ട് നമുക്ക് ടൂറായിട്ട് പോയത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇതില്ല. പക്ഷേ എല്ലാ പെൺകുട്ടികളെ പോലെ എനിക്കും ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ എനിക്കും താല്പര്യമാണ് ടൂർ പോവുക. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. സെയിം അതേ അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഏണിങ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ ജോലിക്ക് കയറി അപ്പോഴൊക്കെ ആയപ്പോഴത്തേനും വീട്ടുകാർക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ എല്ലാവരും പറയും 6 മണിയുടെ കഥ പറഞ്ഞല്ലോ. പക്ഷെ എൻ്റെ വീട്ടിൽ 6 മണിന്നൊന്നുമില്ല, ഒരു 10 മണി വരെയൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ നോർമലി എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടായിരുന്ന അത്രയും ഇതൊന്നും നമുക്ക്
ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്കാണെങ്കിലും വീടിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നൊന്നും ഇപ്പം എനിക്കൊരാഗ്രഹമുണ്ട് സോളോ ട്രിപ്പ് പോകണം എന്നൊക്കെ. പക്ഷേ എനിക്ക് അറിയത്തില്ല, എനിക്ക് എപ്പോഴും കൂടെ ആരെങ്കിലുമൊക്കെ വേണം. എനിക്കിങ്ങനെ സംസാരിച്ചല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ഒറ്റയ്ക്ക്, ഈവൻ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ പോലും പോയി ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പണ്ട് ഇപ്പം പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏണിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ പ്രശ്നമില്ല. പിന്നെ നമുക്ക് വീട് നോക്കി വീട്ടിലേക്ക് എന്താ പറയണത്, വീട്ടിലെ കാര്യം മുഴുവൻ നോക്കേണ്ട സിറ്റുവേഷൻ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് വേറെ എന്താ പറയുക, വീട്ടിൽ ചെറിയൊരു എമൗണ്ട് കൊടുക്കുക, ബാക്കി എമൗണ്ട് നമ്മുടെ കയ്യിൽ വെക്കുക. അപ്പോൾ നമുക്ക് എന്തുമെല്ലാം ചെയ്യാം. കാശുണ്ടോ നമുക്ക് എന്തും ചെയ്യാം. അങ്ങനെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. നമ്മുടെ കാശുണ്ടെങ്കിൽ നമുക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ച് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകണമെങ്കിലോ ഒന്നും വലുതായിട്ട് ആരും ഒന്നും പറയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ശ്രീകുട്ടി, ഞങ്ങൾ കുഞ്ഞിന്ന് വിളിക്കും. സോ അവളും ഞാനായിട്ട് 500 രൂപ രണ്ടുപേരുടെ ഷെയർ, 500 രൂപ പെട്രോൾ അടിക്കാൻ, 500 രൂപ ഫുഡിന്, അങ്ങനെ 1000 രൂപ. അപ്പോൾ ഒരാൾക്ക് പെർ ഹെഡ് 500 രൂപയെ വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവളുടെ ഡിയോ എടുത്തിട്ട് പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പുകളൊക്കെ തുടങ്ങിയത്. അപ്പോൾ പിന്നെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് സ്റ്റേ ചെയ്യാൻ ദൈവത്തെ ഓർത്ത് എൻ്റെ വീട്ടുകാർ ഇതുവരെ പണ്ടൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു 10 മണി വരെയൊക്കെ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ 10 മണി വരെ ഒന്നും എപ്പോഴൊന്നും നിൽക്കാറൊന്നുമില്ല. എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും ലേറ്റായിട്ടും വരാറുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്രകൾ തുടങ്ങുന്നത്. ഈ 500 രൂപ, ഇപ്പം ഞാൻ 500 പെട്രോൾ അടിക്കാൻ എടുക്കണമെങ്കിൽ 500 അവൾ ഫുഡ് വേണ്ടിയിട്ട് എടുക്കും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ആണ് നമ്മുടെ ഇവിടെയുള്ള ഇടുക്കി എല്ലാം ഉള്ളത്. അങ്ങനെ അവിടെ പോയി അങ്ങനെ നമ്മൾ ചെറിയ പിന്നെ ഞങ്ങൾ വാൽപ്പാറ പോട്ടെ, അവിടെ തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് കാറ്റാടിക്കടവ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകാൻ തുടങ്ങിയത്. അങ്ങനെ പിന്നെ അത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോകാനൊക്കെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാളായിട്ട് ഞങ്ങൾ പോകാറൊന്നും ഉണ്ടായില്ല. അപ്പം അപ്പോഴും നമ്മൾ പിന്നെ എല്ലാവരുടെയും കല്യാണമായി, എല്ലാവരും കല്യാണം കഴിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി, എല്ലാം അങ്ങനെ വിട്ടെടുക്കുമായിരുന്നു. പക്ഷെ പണ്ട് ഞങ്ങളിതിനെപ്പോഴും പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഞങ്ങൾ ഈ 4 പേരുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പം ഞങ്ങൾ 4 പേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അപ്പം പണ്ട് തൊട്ടിട്ടാണ് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകണം. അപ്പം ഞങ്ങൾ പണ്ട് തൊട്ടേ പറയും നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം, അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നൊക്കെ. പക്ഷേ നമ്മൾ സത്യമായിട്ട് അന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ 4 പേരും കൂടി ഇങ്ങനെ ഒരു ഗേൾസ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്നു ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ അന്ന് വിചാരിച്ചാൽ നമുക്ക് ട്രിപ്പ് പോകണം, നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാവരെയും കൂട്ടി വീട്ടുകാരെ, നാട്ടുകാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെയൊക്കെ കൂടി കൂട്ടി പോകണം, അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും അന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അന്ന് നടക്കാത്ത ചിലപ്പം ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 2024 മെയ്യിലാണ് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ ആദ്യമൊക്കെ പോസ്റ്റുകൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ കൂടുതലും ഇങ്ങനെ ഗേൾസ് ട്രിപ്പ് അത് എന്നൊക്കെ പറഞ്ഞ് കാണുമല്ലോ. അപ്പം അപ്പോഴത്തേനും ഞങ്ങൾ 4 പേരും കൂടി പെട്ടെന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തീരുമാനിച്ചു നമുക്ക് എവിടെയെങ്കിലും പോയാലോ, നമുക്ക് ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഓക്കെ, വീട്ടിൽ ചോദിച്ചപ്പം ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, നടക്കുമോ ഗായ്സ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് തന്നെ ഉണ്ടായിരുന്നത്. അതായത് നമുക്കറിയത്തില്ല, പണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും നടന്നിട്ടില്ല. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നടക്കുമല്ലോ എന്ന് അറിയത്തില്ല. അപ്പം ആ ഒരു മൈൻഡിലാണ് ഞങ്ങൾ അതിനങ്ങനത്തെ ഒരു പേരിട്ടത്. അങ്ങനെ ഞങ്ങളവിടെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാം നോക്കി. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് കൊളുക്കുമലയായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതലും തിരഞ്ഞെടുക്കുന്ന ട്രിപ്പുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ 3 ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരുപാട് എക്സ്പെൻസ് അല്ലാത്ത നോർമൽ എന്നാൽ കുറച്ച് എന്താ പറയുക ഭയങ്കര ലക്ഷറിയസ് ഒന്നുമല്ല, സാധാ ഒരു ഇതാണ്. ഇപ്പം ട്രാവൽ ആണെങ്കിലും ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്.
എന്നാൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ സേഫ്റ്റി കൂടെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാറ്. അങ്ങനെ കൊളുക്കുമല നമ്മൾ മൂന്നാർ നമ്മളിവിടെ നിന്ന് KSRTC ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ കാറൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസാണ്. പിന്നെ അതിന് പെട്രോൾ അല്ലെങ്കിൽ അതിന് റെൻറ്റിനുള്ള എമൗണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ KSRTCക്ക് സത്യം പറഞ്ഞാൽ അത്രയും പൈസ വരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ടെൻറ്റ് സ്റ്റേ ആയിരുന്നു എടുത്തത്. അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് നമ്മുടെ കൊളുക്കുമല ട്രിപ്പ് ഓടിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ അലിനും കൂടി രാവിലെ വൈറ്റ്ല ഹബ്ബിൽ നിന്ന് KSRTC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് KSRTCക്ക് കയറി നമ്മൾ മൂന്നാറെത്തി. അവിടെ നിന്ന് പിന്നെ നമ്മളൊരു ജീപ്പ് എടുത്തിട്ട് ഷെയർ ജീപ്പ് കിട്ടുമല്ലോ, അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ സൂര്യനെല്ലി പോയി. അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ അവിടെ പോയി നമ്മൾ സ്റ്റേ ചെയ്ത് പിന്നെ നമ്മൾ രാവിലെ കൊളുക്കുമലയിൽ പോയി സൺറൈസൊക്കെ കണ്ടു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സിലൊന്നെന്ന് തന്നെ പറയാം. കാരണം ഞാൻ അത്രയും ഭംഗിയായിട്ട് സൺറൈസ് കാണുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. പിന്നെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടേതായ ഡിസിഷനിൽ ഒരു സ്ഥലത്ത് പോകുന്നത്. അപ്പം അന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അതുവരെ ഞാൻ മൂന്നാറിൽ പോയിട്ടുണ്ട്, പലരുടെയും മീൻസ് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് ഓഫീസ് അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് മൂന്നാർ. പക്ഷേ മൂന്നാറിന് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരിക്കലും ഇനീഷ്യേറ്റീവ് ഇതുവരെ എടുത്തിട്ടില്ല യാത്ര പോകാനായിട്ട്. ഐ മീൻ ഇപ്പം ഫാമിലി അല്ലെങ്കിൽ വേറെ ആളുടെ കൂടെ പോകുമ്പോഴത്തേനും അവരായിരിക്കും ഇന്ന സ്ഥലത്ത് പോവാം ഇന്നതൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ പറയണേ. പക്ഷെ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടില്ല എന്നല്ല, നമുക്കൊന്നും അറിയണ്ട, ചുമ്മാ വണ്ടി കയറി ഇരുന്നാൽ മതി. അവർ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും, എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ കൊണ്ടുപോകും, അവിടെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്താൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും ബോധേഡല്ല. എവിടെ സ്റ്റേ എടുക്കണം, എവിടെ പോകണം, എങ്ങനെ ട്രാവൽ ചെയ്യും, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അങ്ങനെ ഞാനും അതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് നമ്മളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്ത് ഇന്ന സ്ഥലങ്ങൾ കുറേ ഗ്രൂപ്പിൽ വരും, ഇപ്പോൾ ഓക്കെ ഇത് നോക്കുന്നു പറഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ പോകാൻ നിർത്താണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുത്തിട്ട് ഓക്കെ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇറങ്ങാം, ഓക്കെ ഇവിടെ നിന്ന് ഇറങ്ങാം, ഇന്ന സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാം, ഓക്കെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഈ വണ്ടി പിടിക്കാം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല കൂടെ ഉള്ളവർ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ ഫ്രീഡം ലാസ്റ്റ് നമ്മുടെ ട്രിപ്പിലൊക്കെ ആണെങ്കിലും നമുക്ക് ആരെയും നോക്കണ്ട. നമ്മൾ മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യട്ടെ, നമുക്കിവിടെ പോട്ടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതെന്ന് വെച്ചാൽ നമുക്കിവിടെ പോവാം, നമുക്കിത് ചെയ്യാം. കൂടെ ഉള്ളവർ അതുപോലെ ഭയങ്കര അടിപൊളിയായതാണ്, നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മുടെ കൊളുക്കുമല ട്രിപ്പ് ഞാൻ പറഞ്ഞത് മൂന്നാറിൻ്റെ സൗന്ദര്യം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വഴി തന്നെ മാറും, പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ബോറടിക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം, നോ പ്രോബ്ലം. അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. ജീപ്പിലൊക്കെ പോയി അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഷെയർ ജീപ്പൊക്കെ വെച്ചിട്ട് അതിൽ നിന്നൊക്കെ പോകുന്നത്. നോർമലി നമ്മൾ കാറിനൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചില്ലിൽ ഇങ്ങനെ കാണുന്നത് ജീപ്പിൻ്റെ ബാക്കിലിരുന്ന് ഇങ്ങനെ ഡയറക്റ്റായിട്ടൊക്കെ എനിക്കിപ്പോഴും ഞാൻ പറയുമ്പോൾ ഞാൻ ആ പോയതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും. അങ്ങനെ പിന്നെ അറിയില്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ജീപ്പിലുണ്ടാവും അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊളുക്കുമല ചെന്നിട്ടാണെങ്കിലും അവിടെ നിന്നും കുറച്ച് നല്ല ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരായിട്ടൊരു ചെറിയ കോണ്ടാക്ടെങ്കിലും നമുക്കുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരു ഭയങ്കര അതിൻ്റെ സൺറൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം പോയി അങ്ങനത്തെ സൺറൈസ് കാണണം. ഒന്നാമത് ഞാൻ സൺറൈസ് അധികം കാണാത്ത കൂട്ടത്തിലാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണ് എണീറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കാണുന്നതൊക്കെ ഭംഗിയിലാണ്. നമ്മളിങ്ങനെ കോടമഞ്ഞും അല്ലെങ്കിൽ കോടയും അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇതൊക്കെ വരുന്നതൊക്കെ കാണുമ്പോൾ പിന്നെ ആ ഒരു ക്ലൈമറ്റ്, പിന്നെ ആ മലയുടെ പൊക്കത്ത് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ കൊളുക്കുമല തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഇഷ്ടംപോലെ സ്പോട്ടുണ്ട് നമ്മുടെ മൂന്നാർ.
അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോയിട്ട് കാണാത്തവരോട് ഓൾറെഡി കണ്ടവരായിരിക്കും മിക്കവരും, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ എസ്പെഷ്യലി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ ഗേൾസിന് വേണ്ടിയിട്ടാട്ടോ. കാരണം ബോയ്സ് ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും കട്ടൻ ചായ കുടിക്കാനായിട്ട് മൂന്നാർ വാഗമണ്ണൊക്കെ പോയി കട്ടൻ ചായ കുടിച്ച് തിരിച്ചു വരുന്ന കഥകളൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഗേൾസിനും അതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കത് നടക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാറില്ല. ഇനീഷ്യേറ്റീവ് എടുത്താൽ തന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നം. ഞാൻ പറഞ്ഞ എല്ലാ ഗേൾസിൻ്റെയും കാര്യമായിട്ട് ആയില്ലാട്ടോ, ഒരു 80% അല്ലെങ്കിൽ ഒരു 70% ഗേൾസ് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നവർ തന്നെയാണ്. ഞാനും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയവർ തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരു പോയിന്റിൽ നമുക്കത് മാറ്റാൻ പറ്റും ഉറപ്പായിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നാമത്തെ കാര്യം നമുക്ക് ആരും പറയണ കേൾക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ ആൾക്കാർ നമുക്ക് അതിൻ്റെ ഒരു റെസ്പെക്റ്റ് തരും. സോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. പിന്നെ നമ്മൾ 6 മാസം ഗ്യാപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ഗ്രൂപ്പ്, അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് നടക്കുമോ ഗേൾസിൽ നിന്ന് നടന്നു ഗേൾസ് എന്നും പറഞ്ഞിട്ടുണ്ടായി. അത് ഭയങ്കര ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഒരു 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും നമ്മൾ ജോലിയുടെ ഡിപ്രഷൻ, അത് ഇത് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ വീണ്ടും ഓക്കെ നമുക്ക് അടുത്ത ട്രിപ്പിന് പോയാലോ, അങ്ങനത്തെ ഒരു പ്ലാൻ വരുമല്ല, അങ്ങനത്തെ ഒരു ചോദ്യം ആരുടെങ്കിലും അടുത്തുനിന്ന് വരും. ഓക്കെ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തിനുള്ള തപ്പിലായി. അങ്ങനെ നമ്മൾ കുറേ ഇതുപോലെ തന്നെ പറഞ്ഞ് നെക്സ്റ്റ് ട്രിപ്പ്, ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് മെയ്യിൽ പോയി. അത് കഴിഞ്ഞിട്ട് 6 മാസത്തിനടുത്ത് നവംബറിലായിരുന്നു നെക്സ്റ്റ് ട്രിപ്പ് ഉണ്ടായിരുന്നത്. നവംബറിൽ നമ്മൾ ട്രിവാൻഡ്രം, അതായത് നമ്മുടെ വർക്കലയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതും ഇതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊന്നും കേട്ടോ. നമ്മൾ പരമാവധി എനിക്ക് തോന്നുന്നു 3,000-3,500 നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് നിർത്തിയിട്ടാണ് നമ്മൾ വർക്കലയിൽ പോയത്. വർക്കലയിൽ പോയിട്ട് ഇതുപോലെ നമ്മൾ ബൈ ട്രെയിനായിരുന്നു പോയത്. അവിടെ നമ്മൾ ഓൾറെഡി അത്യാവശ്യം നോർത്ത് ക്ലിഫിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പം 3-4 പേര് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പോകുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പെൻസ്, ഇപ്പം അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഒരു കോട്ടേജോ അല്ലെങ്കിൽ പ്രീമിയം ഒരു സ്റ്റേയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 1,000-2,000 താഴേക്ക് നമുക്ക് പെർ ഹെഡ് വരത്തുള്ളൂ. അപ്പം അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മൾ വർക്കലയുടെ അകത്ത് ഇത് തന്നെ ബ്ലാക്ക് ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ സ്റ്റേ എടുത്തു. അത് നല്ല അടിപൊളിയായിരുന്നു. അന്ന് നമ്മൾ ഓരോ ട്രിപ്പും ഓരോരോ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയാണ് വരാറ്. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പിൽ നമ്മൾ ഫുൾ നേച്ചറിൻ്റെ അങ്ങനത്തെ സെറ്റപ്പാണെങ്കിൽ നേരെ ബീച്ചിൻ്റെ സെറ്റപ്പാണ്. അപ്പം അതുകൂടാണ് നൈറ്റ് ലൈഫ്. നമ്മൾ എല്ലാ ഗേൾസിൻ്റെയും ഭയങ്കര ഒരു ആഗ്രഹങ്ങളൊന്നാണ് നൈറ്റ് ലൈഫ്. മീൻസ് പബ്ബിൽ പോയി കുടിച്ചു കൂത്താടി ഇങ്ങനെയല്ല, പക്ഷെ അതൊക്കെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാ പ്രാവശ്യവും എപ്പോഴും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണത് നമുക്ക് എല്ലാ സാധനവും, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, എല്ലാ സാധനവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് അതിനകത്ത് ഭയങ്കര അഡിക്ഷനായി പോകാൻ പാടില്ല. പക്ഷേ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൽ നിന്ന് കിട്ടണേന്നുള്ളത് നമ്മളെല്ലാവരും വൺസ് ഇൻ എ ലൈഫ് അല്ലെങ്കിൽ ലൈഫിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നമ്മൾ അതെടുത്തു. ഈ പറഞ്ഞ പോലെ ഞാൻ മൂന്നാർ അന്ന് ആദ്യമായിട്ടാണ് അത്രയും ഭംഗിയിൽ കാണുന്നതെങ്കിൽ കടലിനെ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അത്രയും എൻജോയ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഞാൻ കടലിൽ പോകാറുണ്ട്, ഞാൻ തന്നെയല്ല നമ്മളെല്ലാവരും പോകാറുണ്ട്. നമ്മൾ പോകുമ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം പിന്നെ നമ്മൾ വണ്ടിയിൽ പോയിട്ട് തിരിച്ച് വരുന്ന അങ്ങനത്തെ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ പാൻറ്റൊക്കെ കയറ്റി വെച്ച് മുട്ട് വരെ വെച്ചിട്ട് മുട്ടിൻ്റെ അത്ര ഇറങ്ങുക, പിന്നെ ഉള്ള മണ്ണൊക്കെ എങ്ങനെയെങ്കിലും കഴുകി തുടച്ച് 2-2.5 മണിക്കൂറൊക്കെ അവിടെ നിന്നിട്ട് തിരിച്ച് വണ്ടി കയറി തിരിച്ച് വീട്ടിൽ പോരാ. അങ്ങനെയാണ് ഞാൻ കടലിനെ കണ്ടേക്കണം, അങ്ങനെയാണ് നോർമലി. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കടലിന് ഇത്രയും അടുത്ത് കണ്ടതും ഇത്രയും ഇറങ്ങി ചെന്നേക്കണതും. അപ്പോൾ ഞങ്ങൾ ഫോണൊന്നും എടുത്തില്ല. ഫോണൊക്കെ കടലിലല്ല പോകുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ എവിടെയെങ്കിലും വെക്കണം, അപ്പം അത് സേഫ്റ്റി അല്ല, അത് ഇതെന്നൊക്കെ വെച്ചിട്ട് കാരണം അത്രയും ഭയങ്കര വിഷ്വൽസ് കാര്യങ്ങളൊന്നും നമുക്ക് മെമ്മറിയിൽ നമുക്കുണ്ടെങ്കിലും നമുക്ക് കാണിക്കാനായിട്ട് അത്രയും അവിടുത്തെ വിഷ്വൽസ് നമ്മുടെ കയ്യിലില്ല. പക്ഷേ അത് നമുക്കങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതല്ല. നമ്മൾ അത് എൻജോയ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
വല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ബാഗും സാധനങ്ങളൊക്കെ നമ്മുടെ മറ്റേ ബ്ലാക്ക് ബീച്ച് റിസോർട്ട് ആയത് കാരണം മറ്റേ ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടിയത്. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ വരുന്നു. ഇപ്പോൾ നമ്മളൊരു ഷോർട്സ് ഇട്ടാൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീട്ടുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നമുക്കൊരു നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊന്നും നമ്മളാരും നോക്കാൻ പോലില്ല. നമ്മളവിടെ എന്ത് കാണിച്ചാലും എന്ത് ഡ്രസ്സ് ഇട്ടാലും ആരും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഭയങ്കര എന്താ പറഞ്ഞാൽ ഒരു ഇതൊന്നുമില്ല, പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ നമ്മുടെ റൂമിൻ്റെ വാതിലും പൂട്ടി ഞങ്ങൾ നേരെ ഇറങ്ങി, നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 3-4 മണി തൊട്ട് ഒരു 7 മണി വരെയെങ്കിലും ഞങ്ങൾ ആ ബീച്ചിനകത്തായിരുന്നു. ബീച്ച് അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തു. ബീച്ചിൽ ഞങ്ങൾ ഫുൾ കുത്തി മറിഞ്ഞ് തകർത്ത് തിമിർത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചങ്ങ് ഇറങ്ങി പോകുമ്പോൾ വീട്ടുകാർ പറയും, അയ്യോ അത്രയൊന്നും പോകാൻ പാടില്ല, അത്രയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, കടലിൽ കൊണ്ടുപോകും, കടലിൽ വീഴും, മറ്റത് മറിച്ചത്. ഓക്കെ, അവർ നമ്മുടെ സേഫ്റ്റിക്ക് പറയണതാണ്. പക്ഷെ അതുകൊണ്ട് നമുക്കങ്ങനെ എൻജോയ് ചെയ്യണമല്ലോ. പക്ഷെ ഇത് നമ്മൾ ആരും ഇല്ലാത്ത കാരണം ഓക്കെ അത്രയും പോവാം, നമുക്ക് അത്രയും പോവാം, നമുക്ക് അതിൻ്റെ അകത്ത് കിടക്കാം, മറിയാം, ചാടാം, കുത്താം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ട്രിപ്പും ഭയങ്കര നൈസായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ രാത്രി നമ്മൾ കുറേ നേരം അതുവഴി ഇതുവഴിയൊക്കെ നടന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്തു. അങ്ങനെ ഭയങ്കര നൈസായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ വഴികൾക്ക് പിരിയുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. പിന്നെ ഒരു 6 months വീണ്ടും ഗ്യാപ്പ്. പിന്നെ ഈ ലേറ്റസ്റ്റ് ഇപ്പം ഈ മെയ്യിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ 3rd ട്രിപ്പ് പോണ്ടിച്ചേരി. അപ്പം നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ പിന്നെ റീൽസൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ട്രിപ്പിൻ്റെ റീൽസൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ വന്ന് ആൾക്കാർ പറഞ്ഞു ഓക്കെ, ആൾക്കാർ പറഞ്ഞു പോട്ടെ, റീൽസിൽ കുറേ ഇങ്ങനെ പോണ്ടിച്ചേരി ഇത് കണ്ടു. അങ്ങനെ അപ്പോൾ കുറേ പേര് പറഞ്ഞു പോണ്ടിച്ചേരി പ്രത്യേകിച്ച് കാണാമെന്നല്ല, പിന്നെ ഇപ്പോൾ ചൂടാണ് ഈ സമയത്ത് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എവിടെ പോകുന്നുള്ളത് ഒരു ഫാക്ടറാണ്. പക്ഷേ മെയിൻ ഫാക്ടർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ആസിഫ് അലി ആരാണ് പറഞ്ഞതുപോലെ നമ്മൾ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് കാണുന്നു. എന്നാലും പോണ്ടിച്ചേരി നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു അവിടെ. പിന്നെ ഈ പറഞ്ഞത് നമ്മൾ ആരുടെ കൂടെ പോകുന്നുള്ളൂ, ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ആ ഒരു സംഭവം അതിൻ്റെ ഒരു മെയിനാണ്. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ തന്നെ വിളിച്ച്, പിന്നെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എനിക്കിപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര എന്താ പറഞ്ഞേ, നമുക്കൊരു എനർജി അല്ലെങ്കിൽ അതെന്ത് വേണം എനിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. നമുക്കിങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്, ഒരു ത്രില്ലോ അങ്ങനെ എന്തൊക്കെയോ തരുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിങ്ങനെ കുറേ നോക്കി സ്റ്റേകൾ നോക്കുക, അവരെ വിളിച്ച് സംസാരിക്കുക, പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ ഇത് നോക്കുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, ഇതൊക്കെ ആ പ്രോസസ്സ് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ നമുക്കിതുപോലെ തന്നെ എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. അതിന് നല്ല പാക്കേജസ് ഒരുപാട് കിട്ടും. പാക്കേജസ് നമുക്ക് എടുക്കാം. അതാകുമ്പോഴത്തേനും കുറച്ചും കൂടി ആ ഒരു റേറ്റിൽ, എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെയായിട്ടും പാക്കേജസ് പോയിട്ടില്ല, ഞാൻ കുറേ കണ്ടേക്കാണ്. പാക്കേജ് പോയി കഴിയുമ്പോഴത്തേനും ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസും പറയാം. ഇപ്പോൾ നമ്മൾ കുറേ കാണുന്നുണ്ട്, ഒരു 3,500 അല്ലെങ്കിൽ 3,000 4,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാക്കേജ് ഇന്ന ഗൈഡിനെ തരും, ഇന്ന സ്കൂട്ടർ റെൻ്റ് തരും, ഫുഡ് കിട്ടും, സ്റ്റേ തരും, മറ്റൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം ഏതാ ബെറ്റർ എന്നുള്ളത്. പിന്നെ എനിക്ക് ഇതുപോലെ ഒരു ആഗ്രഹമാണ് സ്ട്രേഞ്ചർ ക്യാമ്പിന് പോവുക. അപ്പോൾ നമുക്ക് കുറേ അറിയില്ലാത്തവരെ പരിചയപ്പെടാം. നമ്മൾ യാത്രകളുടെ ഉദ്ദേശമൊക്കെ അത് തന്നെയാണല്ലോ, എല്ലാവരുടെയും കൾച്ചർ, പുതിയ ആൾക്കാർ, പുതിയ എന്തെങ്കിലുമൊക്കെ കിട്ടാന്നുള്ള സെറ്റപ്പാണല്ലോ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ലാസ്റ്റ് പോണ്ടിച്ചേരി എടുത്തു. ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഈ കേരളം വിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ യാത്ര ചെയ്യുന്ന. ഞാൻ പണ്ട് ചെന്നൈയിൽ ഒരു ട്രെയിനിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നത്, ഞാൻ എൻ്റെ അമ്മ, അനിയൻ, അവരാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അത്രയും വലിയൊരു ആളായിട്ടും അത്രയും വലിയതല്ല, എന്നാലും നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മളെ അവരാണ് കൊണ്ടുപോയി വിട്ടതും കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് ഓൾറെഡി ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. അപ്പോൾ അവിടെ ഞാൻ ചെന്നൈയിലാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നൈ പോയിട്ടുണ്ടെന്നല്ലാണ്ട്
എനിക്കും ചെന്നൈക്കും പിന്നെ കുറച്ച് തമിഴ് സിനിമയും കാണുന്നല്ലാണ്ട് എനിക്ക് ചെന്നൈക്ക് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടുമില്ല ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകുന്നുള്ളത്. അങ്ങനെ നമ്മളത് ഇത് തീരുമാനിച്ച് ഇതുപോലെ എല്ലാം വിളിച്ച് സെറ്റൊക്കെ ചെയ്ത് ട്രെയിനിലാണ് നമ്മൾ പോയത്. തൽക്കാലം എടുത്താൽ പോയത്. ട്രെയിൻ ടിക്കറ്റ് പോലും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഓഫീസിൽ ഒരുത്തനുണ്ട്, അവൻ ഇതിനകത്ത് ഭയങ്കര എക്സ്പേർട്ടാണ് ട്രെയിനിൽ കയറുന്നതൊക്കെ. സത്യം പറയാലോ അതൊരു വലിയ കഥയാണ്, വേറൊരു കഥയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും മര്യാദക്ക് ട്രെയിനിൽ മീൻസ് പ്ലാറ്റ്ഫോം നോക്കിയിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് ഇതുവരെയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും ചെയ്യാത്തതാണ്. ഞങ്ങൾക്കത് അറിയത്തില്ല. ഞാൻ പറയുന്നതിന് മടിയൊന്നുമില്ല, കാരണം എല്ലാവർക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ചോദിച്ചു കഴിഞ്ഞാൽ മതി. അപ്പം ഞാൻ ചിരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പോയ കാര്യം പറഞ്ഞില്ല, ഇപ്പം വർക്കല പോയി തിരിച്ചു വന്നപ്പോഴത്തേനും ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ഒരു വിധത്തിലാണ് ഞങ്ങൾക്ക് പോകാനുള്ള സെറ്റപ്പ് ഏത് വഴിയാണ് എങ്ങോട്ടാണെന്ന് കണ്ടുപിടിച്ചിരുന്നത്. അതിനിടയ്ക്കാണ് 2 പെമ്പിള്ളേർ വന്നിട്ട് ഞങ്ങളോട് ഹെൽപ്പല്ല ഇത് ഇങ്ങോട്ട് പോകുന്നത് ഏതാ ട്രെയിൻ അങ്ങോട്ടാണെന്ന്. അപ്പോൾ എനിക്ക് കൺഫേം ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവനോടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഏടാ ഈ ട്രെയിൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ കയറണ്ടേ, ഏതോടെ പോയി നിൽക്കണ്ടേന്നൊക്കെ. അപ്പോഴാണ് ഇവർ വന്ന് പറഞ്ഞത്. പക്ഷെ ഇവർക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണെങ്കിൽ ഞാൻ വഴി കാണിച്ചു കൊടുത്തത് അങ്ങോട്ടാണ്. അപ്പോൾ ഇവനിത് വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനിത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിന് അവനിപ്പോഴും പറഞ്ഞ കളിയാക്കും, വേറെ ഏതോ പോകേണ്ടിരുന്ന ആൾക്കാരെ അവൾ വഴി തിരിച്ചു വിട്ടോളാണ് ഞാൻ എന്ന് പറഞ്ഞത്. അപ്പം അത്രയും കൂടി അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മൾ കുറേന്നല്ല കുറേയൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ എങ്ങനെ പോകണ്ട, എവിടെ പോയി നിൽക്കണം, എങ്ങനെ നോക്കണം, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ യാത്ര കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും, ഒന്നുകൂടി നമ്മൾ സ്ട്രോങ് ആവും, നമുക്ക് എല്ലാം ഫേസ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. ഞങ്ങൾ പോണ്ടിച്ചിരിക്കും, ഞങ്ങൾക്ക് അറിയില്ലാത്ത നാടാണ്, നമുക്ക് അറിയില്ലാത്ത. പിന്നെ അവിടെ ഓൾമോസ്റ്റ് അവർക്ക് ഭാഷ ഇപ്പം ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന പോലെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും അവർക്ക് അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സംസാരിക്കും. ഇപ്പം നമുക്കാണെങ്കിലും സംസാരിക്കാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് തമിഴൊക്കെ പയ്യെ നമ്മളിവിടെ ആണെങ്കിൽ നമ്മൾ സിനിമയെ കണ്ട് നമുക്ക് തമിഴ് മനസ്സിലാവുമെങ്കിലും നമുക്കറിയത്തില്ല നമ്മൾ സംസാരിക്കില്ലെന്ന്. പക്ഷെ അവിടെ പോയി നമ്മൾ അവരോട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലാംഗ്വേജും സെറ്റാവും. ഈ പറഞ്ഞ പോലെ നമുക്കറിയാൻ പറ്റും എന്താണ് നമ്മുടെ കറണ്ടിലുള്ള സ്റ്റേറ്റ്, നമുക്ക് വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ അത്യാവശ്യം എൻജോയ് ചെയ്തു. നമ്മൾ റെൻറ്റിന് സ്കൂട്ടർ എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ രാത്രിയില്ല പകലില്ല, പിന്നെ നൈറ്റ് നമ്മളതായ ഒരു സമയം. അങ്ങനെ നമ്മുടെ 3ാമത്തെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പം അതെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന് പുറമെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മൾ ആരുടെ കൂടെ പോകുന്നു എന്നതിലാണ് വേറൊരു കാര്യം കൂടി. ഇപ്പം 2 ഉണ്ട്. നമ്മൾ പോകുന്ന പ്ലേസ് ഓക്കെ അടിപൊളിയായിരിക്കണം. അതിൽ കൂടുതൽ നമ്മളിപ്പോൾ നല്ലൊരു അടിപൊളി പ്ലേസിൽ പോയി, അല്ലെങ്കിൽ കുറേ പൈസ കൊടുത്ത് നമ്മൾ വലിയൊരു അടിപൊളി പ്ലേസിൽ പോയി, പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർ 4 അഭിപ്രായമാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും ഇടംതിരിഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കും നെഗറ്റീവ് അടിക്കും, അവർക്കും നെഗറ്റീവ് അടിക്കും, നമ്മുടെ ട്രിപ്പും കൊള്ളത്തില്ല. ഇപ്പം മേ ബി ഞങ്ങൾ പോയ സ്ഥലങ്ങൾ നല്ലതായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ 4 പേര് അത്രയും സിങ്ക് ആയതൊക്കെ കൊണ്ടായിരിക്കാം നമുക്കത് കുറച്ചുകൂടി ഭംഗിയാണ്. ഇപ്പം ഒരാളില്ലെങ്കിൽ അയാളുടെ ഒരു സ്പേസ് അവിടെ കിടക്കും. അത് 4 പേർക്കും 4 രീതിയിലാണ് ഓരോ ഇത് വരുന്നത്, അവരുടെ ഒരു പ്ലേസ് വരുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയാണ്. നമ്മൾ ഒരു ട്രിപ്പ് പോവുക, അത് പ്രത്യേകിച്ച് ഇത് എസ്പെഷ്യലി ഫോർ ഗേൾസാണ്. നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു 2-3 ഫ്രണ്ട്സിനെ വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇപ്പം വലിയ ട്രിപ്പിനൊന്നും പോകണമെന്നോ ഇൻ്റർനാഷണൽ ട്രിപ്പോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞ, നമുക്ക് ഒരു ദിവസം ഒരു സ്റ്റേ ചെയ്യാനായിട്ട് നമ്മുടെ വീടിന് കുറച്ചടുത്തോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാഗമൺ, മൂന്നാർ തന്നെ നമ്മളെല്ലാവരും പോകുന്ന സ്പോട്ട്, കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഫസ്റ്റ് ടൈം പോകുന്ന ഒരിതാണ്. അല്ലെങ്കിൽ നമുക്ക് വയനാടുണ്ട്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ പറഞ്ഞ വർക്കല, അങ്ങനെ ഇതിപ്പം പൈസയുടെ അടുത്തിട്ടായിരിക്കും ചിലപ്പോൾ കുറേ പേര് പോകാണ്ടിരിക്കണം. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞങ്ങളൊക്കെ പോകുന്ന ആദ്യത്തെ ഒരു ട്രിപ്പൊക്കെ 2000 സംതിങ് റുപ്പീസാണ്, 3000-3500 രൂപയ്ക്ക് താഴെ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. അത്രയും നമുക്ക് എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് ഒരു മാസം മാറ്റി വയ്ക്കാനായിട്ട് പറ്റായില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 6 മാസം 7 മാസം ആകുമ്പോൾ ചെറിയ എമൗണ്ട് വെച്ച് മാറ്റി വെച്ചാലും നമുക്ക് ഈ പറഞ്ഞ സാധനം കിട്ടും. ഇപ്പം അത്രയൊന്നും പോകണ്ട, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഏതെങ്കിലും വണ്ടി, ഇപ്പം മഴക്കാലത്ത് പോകാൻ ഞാൻ പറയണില്ല, എന്നാലും
നമ്മുടെ ഏതെങ്കിലും നല്ല വെള്ളച്ചാട്ടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാണാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ അവരായിട്ടൊന്ന് പോവുക, നമ്മുടെ കൂടെ നിങ്ങൾ ഏതെങ്കിലും 2-3 പേരായിട്ട് പോവുക. അപ്പോൾ നമുക്ക് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നുണ്ടാവും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി വിടുന്നുണ്ടാവും, കളിയാക്കുന്നുണ്ടാവും. സോ ആ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മളൊന്നും പോയില്ലെങ്കിൽ തന്നെ, ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറേ നേരം ഞങ്ങളിത് വർത്താനം പറയും. എന്താ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ചുമ്മാ എൻ്റെ ഓഫീസിലെ കാര്യമായിരിക്കും, അവരുടെ ഓഫീസിലെ കാര്യമായിരിക്കും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുക്കന്മാരുടെ കാര്യമായിരിക്കും, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും കാര്യമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വല്ല ഗോസിപ്സ്, സിനിമാടന്മാരുടെ നടിമാരുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസോ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.